ഹായ് ഗായ്സ്, കിട്ടി, ഞങ്ങൾക്കും കിട്ടി DHA. 7:30 to 5:30 വരെ നമ്മുടെ ഇവിടെ ക്ലാസ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കാം ഹോസ്റ്റലിൽ പോയാൽ മതി, ഇവിടെ ഇത്രയും നേരം ക്വസ്റ്റ്യൻ കണ്ട് കണ്ണ് വേദന, തലവേദന, അങ്ങനെ പലതും പറഞ്ഞിരിക്കും. നമ്മള് ഫുള്ള് പറയല് അടുത്തത് എങ്ങോട്ട് പോകും, ഡൊമിനോസ് ഇന്നലെ പോയി, അടുത്തത് എവിടെ, ഫർസിലബൻ അത് പിടിക്കും, അങ്ങനെ ചിന്തിച്ചിരുന്നു ഞങ്ങൾ പോയിരുന്നു. ഫ്രീ, സ്ട്രെസ് ഫ്രീ എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രീ ആയിട്ടാണ് ഇവിടുത്തെ മാംസ് ആണെങ്കിലും എല്ലാവരും നമ്മളോട് നിന്നിരുന്നതും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. സെറ്റാണ്, നിങ്ങൾ ജയിക്കും ഉറപ്പാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടായിരുന്നു വന്നത്. സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടതോടെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയി. ഞങ്ങൾ എൻജോയ് ചെയ്താണ് എക്സാമിന് പോയത്. പിന്നെ ഞങ്ങൾ പഠിക്കുന്നതിനിടയിൽ വിചാരിച്ചായിരുന്നു ഈ മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോൾ അങ്ങനെ ടൈം പോവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആ മോട്ടിവേഷൻ ക്ലാസ് കേട്ടതോടെ ഞങ്ങളുടെ മൈൻഡ് ഫുള്ള് ഫ്രീ ആയി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എക്സാം എന്നുള്ള മൂഡിലല്ല ഞങ്ങൾ പോയത്, ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. എന്തായാലും ബാംഗ്ലൂർ പോവല്ലേ, എൻജോയ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണ്. അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു ഞങ്ങൾക്ക്. അതേപോലെ തന്നെ ഓവറായിട്ട് പഠിക്കൊന്നും വേണ്ട. ഇവിടെ ഞങ്ങൾ രാവിലെ 7:30 തൊട്ട് 5:30 വരെ പഠിക്കുന്നത് എന്താ അത് മാത്രം ഫോളോ ചെയ്യാം, വേറെ ഒന്നും എക്സ്ട്രാ പഠിക്കണ്ട. കിട്ടും, എന്തായാലും കിട്ടും. ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഞങ്ങൾ ജാനുവരി ബാച്ചാണ്. ഞങ്ങൾക്ക് 20 days ഓൺലൈൻ ക്ലാസ് പ്ലസ് 10 days ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു കിട്ടിയേക്കണേ. അടിപൊളി ഓൺലൈൻ ക്ലാസ് ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് നിങ്ങൾ വന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങൾ പോയത്. നല്ല സ്ട്രെസ് ആയിരുന്നു വരുമ്പോൾ. സാറിന്റെ എല്ലാ ക്ലാസ്സും മോട്ടിവേഷൻ ക്ലാസ്സും ഇവിടെ വരുന്ന അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ മാംസിന്റെ സപ്പോർട്ടും ഇടക്ക് വന്ന് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഓരോ വന്ന് നമ്മളെടുത്ത് യൂഷ്വൽ ടോക്സ് ഒക്കെ നടത്തുന്നത്. ഇറ്റ് വാസ് റിയലി സ്ട്രെസ് ഫ്രീ ആയിരുന്നു. വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. അവരുടെ ആ സപ്പോർട്ടും സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ പാസ്സാക്കിയത്. ഇപ്പൊ ഞങ്ങൾ ഈ ജാനുവരി 28 ഞങ്ങളുടെ എക്സാം കഴിഞ്ഞേക്കുന്നത്. ഞങ്ങളൊരു ബാച്ച് ആയിട്ടാണ് വന്നത്, എല്ലാവരും പാസ്സായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. സോ ഹാപ്പി ദാറ്റ് വി ആർ ഹിയർ. പിന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പ്രീവിയസ്ലി ആൻസേർഡ് ആയിട്ടുള്ള FAQs ആണ് തരുന്നത്. അത് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്താല് ഉറപ്പാണ് എക്സാം എന്തായിട്ടും പാസ്സാവും. പിന്നെ പീപ്പിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 45% വരും ചിലവർക്ക്, 20%. ബട്ട് ദ തിങ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. വി ആർ സോ ഹാപ്പി. അവിടെ പോയി അത്ര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് ജസ്റ്റ് വായിക്കുക, അപ്പൊ തന്നെ നമ്മൾക്ക് മൈൻഡിൽ ക്ലിക്ക് ആവും ഇതായിരുന്നു ആൻസർ എന്നുള്ളത്. ഓയിസ്റ്റർ എന്ന് കേട്ട് ഞങ്ങളുടെ സീനിയേഴ്സിന്റെ അടുത്ത് നിന്നാണ്. അവിടുന്ന് ഒന്നും ചിന്തിച്ചില്ല, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാന്ന് കേട്ടോ, ഇവിടെ വന്നാ പാസ് ഉറപ്പാന്ന് കേട്ട് വേറെ ഒന്നും തിങ്കാക്കില്ല. വീട്ടുകാരോട് ജസ്റ്റ് ഒന്ന് കൺവിൻസിങ് എടുത്ത് നേരെ ഇങ്ങോട്ട് പോന്നെ. ഇവിടെ വന്നപ്പോഴാണ് ഓൾ സെറ്റ് ആണ്, സീനിയേഴ്സ് പറഞ്ഞത് എന്താണോ അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായത്. ഇനി പറയാവുന്നത് എക്സാമിനെ കുറിച്ചാണ്. സാർ എന്താണോ തലേ ദിവസം തരുന്ന മോട്ടിവേഷൻ അത് തന്നെയാണ് എക്സാം എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് സ്ട്രെസ് അടിക്കാനൊന്നുമില്ല. സാർ പറയുന്ന പോലെ ഒരു ട്രിപ്പ് മൂഡായിട്ട് പോവാം. അവിടെ പോയി ക്വസ്റ്റ്യൻ വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പായിരിക്കും നിങ്ങൾ ശരിക്കും ഇതൊക്കെ തന്നെയല്ലേ ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാവാ. പിന്നെ ഞങ്ങൾ തലേന്നൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് എന്താണോ ലാസ്റ്റ് 3 മണി വരെ കവർ ചെയ്തിട്ടുള്ളത് അത് അത്രമാത്രം. അതിനുശേഷം ഞങ്ങൾ ഒരു ബുക്ക് എടുക്കാനോ ഫോണിലാണോ ഒന്നുമില്ല, ആപ്പിൽ കയറിയിട്ട് പോലും ഇല്ല. പിറ്റേ ദിവസം എനിക്ക് 3 മണിക്കായിരുന്നു എക്സാം. അതുവരെ നത്തിങ്, ഫുൾ എൻജോയിങ് ആയിരുന്നു. ട്രിവാൻഡ്രം കറങ്ങായിരുന്നു. പിന്നെ എക്സാം എഴുതി വിത്തിൻ 1.5 hour ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് 1 hour വന്നു. പക്ഷെ ഗ്രാഫ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലൊന്നായില്ല. ബട്ട് തിങ് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്താ എല്ലാവരും ഓയിസ്റ്ററിൽ വന്ന ഉറപ്പാണ് 100% ജയിക്കും.